ദേ ഇനി ഇങ്ങോട്ട് വന്ന എന്താ ഉണ്ടാവുന്നേന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ജയൻ ചേട്ടനും പ്രിയ ചേച്ചിയും ഒക്കെ എന്റെ സൈഡാ. നാളെ രാധമ്മ വേണമെങ്കിലും കൂടി എന്റെ സൈഡാവും. എല്ലാം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ നീ പൊക്കോ. പക്ഷേ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. വന്നാ ഇന്നുണ്ടായതുപോലെ അപമാനമായിരിക്കും ഫലം. മോൾക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് മോളുടെ അച്ഛൻ മോളെ നിർബന്ധിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടം എന്താണെന്ന് മോളുടെ അച്ഛനോട് മോള് തുറന്നു പറയണം. അല്ലാതെ ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതത്തിൽ കയറി മോളിങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും. ഇപ്പൊ നീ പൊക്കോ. പക്ഷേ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. വന്നാ ഇന്നുണ്ടായതുപോലെ അപമാനമായിരിക്കും ഫലം. റോഹന്റെ കാര്യത്തില് രാധമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട. എല്ലാ കാര്യങ്ങളും റോഹനോട് തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഫോൺ ചെയ്ത് സംസാരിച്ച റോഹൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റും. അതുകൊണ്ട് റോഹൻ ഒരു മെസ്സേജ് അയക്കാം. റോഹൻ, എനിക്ക് റോഹനോട് ഇത് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. റോഹനോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നത്. റോഹൻ ഈ മെസ്സേജ് വായിച്ച് എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റോഹൻ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരാളോട് അട്രാക്ഷനോ പ്രണയമോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ സപ്പോർട്ട് ചെയ്ത അച്ഛൻ്റെ PA രാജുവിനോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ടായി. ആ അടുപ്പം പതിയെ പ്രണയമായിട്ട് മാറി. ദീപകുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ രാജുവിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു രാജുവിൻ്റെ ഭാര്യയായി രാജുവിൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. അത് ദീപകിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി മാത്രമായിരുന്നില്ല. രാജുവിനെ എനിക്ക് ശരിക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്. ഒരാണിനോട് പ്രണയമില്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ അവൻ്റെ ഒപ്പം ജീവിക്കാനായി എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോവാൻ തയ്യാറാവുക എന്ന് റോഹൻ എന്ന് ആലോചിച്ച് നോക്ക്. രാജുവിനെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. റോഹൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. റോഹന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പോലെ റോഹന്റെ കോൺസെപ്റ്റിലുള്ള റോഹന്റെ സ്വപ്നങ്ങൾക്ക് സാദൃശ്യമുള്ള സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ റോഹന് ലഭിക്കും. അകലേ നോവിനാലേ